സിജു കണ്ണൻ മുണ്ടക്കൈയിൽ നിന്ന് തുടരുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. 7ാം ദിനത്തെ രക്ഷാദൗത്യം രാവിലെ 7 മണിയോടുകൂടി തന്നെ ആരംഭിച്ചു. കൂടുതൽ ആഴത്തിലുള്ള പരിശോധനകൾ വേണ്ടിവരുന്ന മേഖലകൾ കേന്ദ്രീകരിച്ച് കുഴിച്ചു പരിശോധനയാണ് ഇന്ന് നടക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കണ്ടതുപോലെ തന്നെ വിവിധ മേഖലകളായി തിരിഞ്ഞ് രക്ഷാപ്രവർത്തകർ വിവിധ സംഘങ്ങളായി തിരിഞ്ഞ് ഓരോ മേഖലകൾ കേന്ദ്രീകരിച്ചുള്ള രക്ഷാപ്രവർത്തന ദൗത്യമാണ് മുന്നോട്ട് പോകുന്നത്. ഇന്നലെ ഞായറാഴ്ചയായതിനാൽ തന്നെ അവിടെ രക്ഷാപ്രവർത്തകരുടെയും ഒക്കെ ഒരു ബാഹുല്യമുണ്ടായിരുന്നു. ഇന്ന് അതിനൊരു നിയന്ത്രണം കൊണ്ടുവന്നിട്ടുണ്ട്. ഒരേ സമയം 1500 പേർ മാത്രമാണ് രക്ഷാദൗത്യത്തിൽ ഏർപ്പെട്ടിരിക്കുന്നത്. ഈ 1500 പേർ എന്നുള്ള ഒരു സംഖ്യ നിയന്ത്രിച്ചതാണ്, അത്തരത്തിൽ ഒരു പരിമിതപ്പെടുത്തിയതാണ്. കാരണം ഇന്നലെ വലിയ രീതിയിലുള്ള പരാതികൾക്ക് തന്നെ ഇടയാക്കിയിരുന്നു ഈ രക്ഷാപ്രവർത്തന ദൗത്യ മേഖലയിലെ ആളുകളുടെ എണ്ണത്തിൻ്റെ ബാഹുല്യം. അത്തരത്തിലുള്ള പരാതികളൊക്കെ ഒഴിവാക്കി. കാരണം അപകടം കഴിഞ്ഞ് 7 നാൾ പിന്നിട്ട് കഴിഞ്ഞു. ഇനിയും ഒരു നിമിഷം പോലും വെറുതെ ഇരിക്കാനില്ല, വെറുതെ ചെലവാക്കാനില്ല. അതിനാൽ തന്നെ കൂടുതൽ രക്ഷാപ്രവർത്തനം നടത്തേണ്ടതുണ്ട്. 1500 പേരാണ് ഇപ്പോൾ രക്ഷാദൗത്യ മേഖലയിൽ രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്നത്. മുണ്ടക്കൈയിൽ നിന്ന് സിജു കണ്ണൻ ചേരുകയാണ്. സിജു, കേൾക്കാമെങ്കിൽ ഈ സൈന്യം നടത്തുന്ന രക്ഷാപ്രവർത്തനത്തിന് സമാന്തരമായി തന്നെ നമ്മുടെ സന്നദ്ധ സംഘടനകളടക്കമുള്ള രക്ഷാപ്രവർത്തകരുടെ ദൗത്യവും ഒരു ഭാഗത്ത് കൂടെ നീങ്ങുകയാണ്. ഇതിൽ ഈ രക്ഷാപ്രവർത്തനത്തിൽ ഉൾപ്പെട്ടവരാണ് കഴിഞ്ഞ ദിവസം കാന്തൻപാറ മേഖലയിൽ അടക്കം കുടുങ്ങിക്കിടക്കുന്ന അവസ്ഥയിൽ ഇവരെ അല്പസമയത്തിനകം തന്നെ എയർലിഫ്റ്റ് ചെയ്ത് പുറത്തേക്ക് എത്തിക്കും. ഞാൻ പറഞ്ഞു വന്നത്, ഈ സൈന്യം നടത്തുന്ന ഈ ചളിയിലും മണ്ണിലും നടത്തുന്ന രക്ഷാപ്രവർത്തനത്തിന് സമാന്തരമായി തന്നെ ഉൾവനങ്ങളിൽ വനമേഖല കേന്ദ്രീകരിച്ച് യന്ത്രസാമഗ്രികൾക്ക് കടന്നെത്താൻ പറ്റാത്ത സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ച് ആളുകൾ നടന്നു പോയി ഒരു രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെടുന്ന സാഹചര്യം കൂടെയുണ്ട്. അതോടൊപ്പം തന്നെ സർക്കാർ സംവിധാനങ്ങൾക്കൊപ്പം തന്നെ നാട്ടുകാർ മുഴുവൻ കൈകോർത്തുകൊണ്ട്, സന്നദ്ധ പ്രവർത്തകർ കൈകോർത്തുകൊണ്ട് നടത്തുന്ന ഒരു രക്ഷാപ്രവർത്തനമാണ് കഴിഞ്ഞ 7 ദിവസമായി വയനാട് നമുക്ക് കാണാൻ സാധിച്ചത്. മുണ്ടക്കൈ, അതോടൊപ്പം തന്നെ പുഞ്ചിരിവട്ടം, ചൂരൽമലയിലെല്ലാം തന്നെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് 100 കണക്കിന് പേരാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ രക്ഷാപ്രവർത്തന ദൗത്യവുമായി ബന്ധപ്പെട്ട് സഹകരിച്ച് പ്രവർത്തിക്കുന്നതിനെത്തിയത്. അതോടൊപ്പം തന്നെ ചാലിയാർ പുഴയുടെ പരിസരങ്ങളിൽ വിവിധ മേഖലകളിൽ പരിശോധന നടത്തുന്നുണ്ട്. ഡിവൈഎഫ്ഐയുടെ യൂത്ത് ബ്രിഗേഡ് പ്രവർത്തകർ ഉൾപ്പെടെ പരിശോധന നടത്തുന്നുണ്ട്. ഇങ്ങനെ വലിയ ഒരു ദുരന്തം, നാടിനെ നടുക്കിയ ഒരു ദുരന്തത്തെ നേരിടാൻ നാടൊന്നാകെ സർക്കാർ സംവിധാനത്തിനൊപ്പം ചേർന്നുകൊണ്ട് കൈകോർത്തുകൊണ്ട് രംഗത്ത് വരുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് എല്ലാ മേഖലകളിലും കാണാൻ സാധിച്ചത്. ഇപ്പോൾ തന്നെ ഈ പരിശോധനയുടെ ഭാഗമായി സൈന്യത്തിനൊപ്പം അതോടൊപ്പം തന്നെ NDRF, SDRF സംഘത്തിനൊപ്പം പരിശോധന നടത്തുന്നതിൽ നിരവധി സന്നദ്ധ പ്രവർത്തകരുമുണ്ട്. ഇന്ന് ഈ മുണ്ടക്കൈ പ്രദേശത്തേക്ക് ചൂരൽമലയിൽ കൂടി കടന്ന് വന്ന് പുഞ്ചിരിവട്ടത്തേക്ക് വരുന്നതിനൊക്കെ ചെറിയ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. കാരണം കൂടുതൽ ആളുകൾ എത്തുമ്പോൾ അത് രക്ഷാപ്രവർത്തനത്തെ ബാധിക്കാതിരിക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരം ഒരു നിയന്ത്രണം ഏർപ്പെടുത്തിയതെങ്കിലും 1500ഓളം പേരാണ് ഈ ഭാഗങ്ങളിൽ പരിശോധന നടത്തുക എന്നാണ് അറിയിച്ചിരിക്കുന്നത്. എന്തായാലും മുണ്ടക്കൈ ഭാഗത്തെ പരിശോധനകൾ ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട്. ഇന്ന് രാവിലെ 7:30 തന്നെ രക്ഷാപ്രവർത്തകർ ഈ ഭാഗത്തെത്തി പരിശോധന ആരംഭിക്കുകയായിരുന്നു. ഈ ഭാഗത്തൊക്കെ നിരവധി വീടുകൾ ഉണ്ടായിരുന്നു എന്നാണ് പ്രദേശവാസികളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് മുണ്ടക്കൈയിൽ നിന്ന് അകത്തേക്ക് പോകുന്ന ചെറിയ ഒരു റോഡാണ്. പുഞ്ചിരിവട്ടം ഭാഗത്തേക്ക് പോകുന്ന ചെറിയൊരു റോഡാണ്. ആ റോഡ് തകർന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ റോഡിന്റെ താഴെ ഭാഗത്ത് പുഴയ്ക്കും റോഡിനുമിടയിലുമായി ഈ നിരവധി വീടുകൾ ഉണ്ടായിരുന്നു എന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. ആ വീടുകളെല്ലാം തന്നെ പൂർണ്ണമായും തകർന്നു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. നിരവധി പേർ ഒഴുക്കിൽപ്പെട്ടിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ റോഡിന് മുകളിലേക്കുള്ള വീടുകളും തകർന്ന ഒരു സാഹചര്യം ഉണ്ടായി. നമുക്ക് കാണാം, ഒരു കോൺക്രീറ്റ് വീട് പൂർണ്ണമായും തകർന്നു പോയത് കാണാം. വലിയൊരു മരത്തടി ഈ വീട്ടിലേക്ക് ഈ ഒഴുക്കിനൊപ്പം എത്തി വീട് തകർന്നു വീണ ഒരു ദൃശ്യമാണ് ഇപ്പോൾ കാണുന്നത്. ഇങ്ങനെ നിരവധി വീടുകളാണ് ഈ പ്രദേശത്ത് തകർന്നു പോയത്. അതോടൊപ്പം തന്നെ ഇപ്പോൾ ആ ദൃശ്യങ്ങൾ പോകുന്നത് നോക്കുക. ഈ ഭാഗത്ത് വേറെ നിരവധി വീടുകൾ ഉണ്ടായിരുന്നു. ആ വീടുകളെല്ലാം തന്നെ പൂർണ്ണമായും മണ്ണിനടിയിലേക്ക്, കല്ലും മണ്ണും ചെടിയും നിറഞ്ഞ് മണ്ണിനടിയിലേക്ക് അകപ്പെടുന്ന ഒരു സാഹചര്യമുണ്ടായി. ഈ ഭാഗത്ത് ഒരു വീട്ടിൽ ഒഴുക്കിൽപ്പെട്ട ഒരു ചെറിയ പെൺകുട്ടിയെ മാത്രമാണ് കണ്ടെത്താൻ സാധിച്ചത്. അതിനുശേഷം ആ വീട്ടിലുണ്ടായിരുന്ന മറ്റ് 3 പേരെ കണ്ടെത്താൻ സാധിച്ചില്ല എന്നാണ് ഇവിടെ പ്രദേശവാസികളായ ആളുകൾ പറയുന്നത്. അതുമായി ബന്ധപ്പെട്ട പരിശോധനകളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്.
സിജു ഇപ്പോൾ ഉള്ളത് മുണ്ടക്കൈ UP സ്കൂൾ ഉൾപ്പെടുന്ന ആ ഭാഗത്താണോ? കഴിഞ്ഞ ദിവസം നമ്മുടെ റിപ്പോർട്ടർ സുജു ടി ബാബു കഴിഞ്ഞ ദിവസം ഈ UP സ്കൂൾ ഭാഗത്തു നിന്ന് റിപ്പോർട്ട് ചെയ്തിരുന്നു. അപ്പോൾ ഫയർ സേഫ്റ്റി ഉദ്യോഗസ്ഥരോട് സംസാരിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത് 6 വീടുകളും പാടികളും അടക്കം 40ഓളം ടെന്റുകൾ അടക്കമുള്ള കെട്ടിടങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. ഈ 40ഓളം കുടുംബങ്ങളാണ് മുണ്ടക്കൈയിൽ ആ പ്രദേശത്ത്. ഇപ്പോൾ സിജു നിൽക്കുന്നത് മുണ്ടക്കൈ UP സ്കൂളിൻ്റെ ഭാഗത്താണ് എന്നുണ്ടെങ്കിൽ ആ ഭാഗത്ത് അപകടത്തിൽപ്പെട്ടത് ഏകദേശം 40ഓളം കുടുംബങ്ങളാണ്. അതിനാൽ തന്നെ ഇന്നലെ നടത്തിയ തെരച്ചിലിൽ അവിടെ നിന്ന് ഒരു ഗ്യാസ് സിലിണ്ടറും അലമാരയും കണ്ടെടുക്കാൻ കഴിഞ്ഞിരുന്നു. അത്തരത്തിലുള്ള പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ച് പ്രത്യേക ഓരോ തെരച്ചിലിൽ ഓരോ സാമഗ്രികൾ മണ്ണിൽ പുതഞ്ഞു പോയ സാമഗ്രികൾ കിട്ടുന്ന മുറയ്ക്ക് അത്തരം മേഖലകൾ കേന്ദ്രീകരിച്ച് പ്രത്യേകം സ്പോട്ട് ചെയ്ത് പ്രത്യേക മേഖലകൾ കേന്ദ്രീകരിച്ച് ആഴത്തിൽ കുഴിച്ചുള്ള പരിശോധനയായിരുന്നു ഇന്നലെ നടന്നത്. ഇന്നും അത്തരത്തിൽ ഓരോ മേഖലകളായി തിരിച്ച് പ്രത്യേക സ്പോട്ടുകളായി തിരിച്ച് ആഴത്തിൽ കുഴിച്ചുള്ള പരിശോധനയാണോ നടക്കുന്നത്? ഇന്നിപ്പോൾ വീടുള്ള പ്രദേശങ്ങൾ പ്രത്യേകിച്ച് കണ്ടെത്തി ആ ഭാഗത്ത് സ്പോട്ട് ചെയ്തതിനു ശേഷം അവിടെ കാര്യമായി പരിശോധന നടത്താനുള്ള ഒരു ശ്രമമാണ് നടക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട പ്രാഥമിക പരിശോധനകളാണ് ഇപ്പോൾ നടക്കുന്നത്. നിരവധി വീട്ടുപകരണങ്ങൾ, അതോടൊപ്പം തന്നെ അടുക്കളയിൽ വീട്ടിൽ ഉപയോഗിക്കുന്ന പാത്രങ്ങളും എല്ലാം തന്നെ ഗ്യാസ് ഉൾപ്പെടെയുള്ള ഇതെല്ലാം തന്നെ കഴിഞ്ഞ ദിവസം മണ്ണ് നീക്കം ചെയ്യുമ്പോൾ കണ്ടെത്തിയിരുന്നു. വീടിന്റെ തകർന്നു കിടക്കുന്ന ഭാഗങ്ങളുമെല്ലാം തന്നെ കഴിഞ്ഞ ദിവസം പരിശോധനയിൽ കണ്ടെത്താൻ കഴിഞ്ഞു. ഇപ്പോൾ അങ്ങനെ ഓരോ വീടുണ്ടായിരുന്ന സ്ഥലങ്ങളും കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് ആ ഭാഗത്തെ മണ്ണ് നീക്കം ചെയ്യുന്നതിനാവശ്യമായ പ്രാഥമിക പരിശോധനയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. വലിയ ആഴത്തിൽ പ്രദേശത്ത് മണ്ണ് അടിഞ്ഞുകൂടിയിട്ടുണ്ട്. എല്ലാ മണ്ണും പൂർണ്ണമായും നീക്കം ചെയ്യുക എന്ന് പറയുന്നത് വളരെ പ്രായോഗികമായി ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. വലിയൊരു ദുരന്തമാണ് നടന്നത്. വലിയ ദൂരത്തിൽ കല്ലും മണ്ണും ഈ ഉരുൾപൊട്ടലിന്റെ ഭാഗമായി ഒഴുകി എത്തിക്കൊണ്ട് ഒരു പ്രദേശമാകെ തന്നെ തകർന്നു പോകുകയായിരുന്നു. ഈ വെള്ളം ഇപ്പോൾ ഞാൻ നിൽക്കുന്ന മുണ്ടക്കൈ ഭാഗത്ത് 40ഓളം വീടുകൾ ഉണ്ടായിരുന്നു. ഇതിന്റെ 1/2 കിലോമീറ്റർ താഴെ ഭാഗത്തായാണ് മുണ്ടക്കൈ UP സ്കൂൾ പ്രവർത്തിക്കുന്നത്. ആ സ്കൂളിന്റെ ഒരു ഭാഗം പൂർണ്ണമായും തകർന്നു പോകുന്നത് ഇതിൽ ഉരുൾപൊട്ടലിൽ തകർന്നു പോയിരുന്നു. ഈ ഭാഗത്ത് ഇപ്പോൾ ഈ പരിശോധന നടന്നുകൊണ്ടിരിക്കുന്ന ഭാഗത്ത് നിരവധി വീടുകൾ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ഇപ്പോൾ വലിയൊരു മണ്ണ് ഒഴുകിപ്പോയ പ്രദേശം വലിയൊരു കുന്ന് പോലെ, അതിന് മുകളിലുള്ള ഒരു കുന്ന് നിറഞ്ഞ പ്രദേശം മാറിയിട്ടുണ്ട്. വലിയ ആഴത്തിലാണ് ഇപ്പോൾ ഈ ചെറിയ പുഴ ഒഴുകുന്നത്. ഇപ്പോൾ ആ പുഴയ്ക്കും റോഡിനും ഇടയിൽ ഉണ്ടായിരുന്ന വീടുകളെല്ലാം തന്നെ പൂർണ്ണമായും തകരുകയായിരുന്നു. 40ഓളം വീടുകൾ ഈ പ്രദേശത്തുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ഒരു മസ്ജിദ്, അതോടൊപ്പം തന്നെ ഒരു പള്ളി, ഒരു മദ്രസ, അതിന് ചുറ്റുമായി നിരവധി വീടുകളാണ് ഈ പ്രദേശത്ത് ഉണ്ടായിരുന്നത്. അതിൽ വളരെ കുറച്ച് വീടുകൾ, 4, 5, 6 വീടുകൾ മാത്രമാണ് ഇപ്പോൾ ഇവിടെ അവശേഷിക്കുന്നത്.